ശ്രീ മനു പ്രസാദ് BJP പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മനു, നോക്കൂ, ഇവിടുന്ന് BJP നേതാക്കളൊക്കെ വളരെ അഗ്രസീവായി അല്ലെങ്കിൽ ആ നിലയിലൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ വിഷയത്തിൽ പ്രതികരിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങൾ അടിച്ചിറക്കും എന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഉപയോഗിച്ച വാക്ക് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മമാർ തന്നെ കോൺഗ്രസിനെ പാലക്കാട് നിന്ന് ചാട്ടവാർ കൊണ്ട് അടിച്ച് നിഷ്കാസനം ചെയ്യുമെന്ന വാക്കുകളൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത്. അതിനൊപ്പം തന്നെ ഇത് നിർബന്ധിതമാവുകയായിരുന്നു ഈ അറസ്റ്റിന് എന്നതുകൂടി BJP നേതാക്കൾ സൂചിപ്പിക്കുന്നു. അതായത് കഴിഞ്ഞ 2 കേസിലും അറസ്റ്റില്ല, ഇപ്പോൾ ഇത് നിർബന്ധിതമായി പോയ ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട്? അല്ല, ഇതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വരാം. കോൺഗ്രസിൻ്റെ ചില ആളുകൾ ഇവിടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും തരത്തിൽ ആരോ കള്ളക്കാസിൽ കുടുക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന അവസ്ഥയിലേക്കാണ് അവർ സംസാരിക്കുന്നത്. എന്തോ ഒരു പാവപ്പെട്ട ഒരാളെ വീട്ടിൽ ചെന്ന് ഒരു തെറ്റും ചെയ്യാതെ കൊണ്ടുപോയി എന്ന നിലയിലാണ് ഇവരെല്ലാം വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഒന്നൊന്നല്ല രണ്ടെന്നല്ല, എണ്ണിയാലൊടുങ്ങാത്ത പരാതികളുടെ കൂമ്പാരങ്ങൾ ഈ കേരള മനസ്സാക്ഷിക്ക് മുഴുവൻ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത്. 2 കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇവിടെ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ആദ്യം പുറത്താക്കി, രണ്ടാമത് കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, മൂന്നാമത് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസ് കൊണ്ടുവന്ന് കോൺഗ്രസ് വളർത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, കോൺഗ്രസിൻ്റെ ചിഹ്നം കൊടുത്ത് കോൺഗ്രസ് പാലക്കാട്ട് മത്സരിപ്പിച്ച് SDPIയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ജയിപ്പിച്ചെടുത്ത ഒരു MLA കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് തള്ളിക്കളഞ്ഞു, ഇനി നിങ്ങളിതെല്ലാം സഹിച്ചു കൊള്ളണം എന്ന ആ ഒരു വർത്തമാനമുണ്ടല്ലോ, അത് ഈ കേരളീയ സമൂഹം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് കോൺഗ്രസിനോട് സൂചിപ്പിക്കാനുള്ളത് ഈ അവസരത്തിൽ. കാരണം നിങ്ങൾ തന്നെ കൊണ്ടുവന്ന്, നിങ്ങൾ വളർത്തി, നിങ്ങൾ ചിഹ്നം കൊടുത്ത്, നിങ്ങൾ മത്സരിപ്പിച്ച് SDPI പിന്തുണയോടുകൂടി നിങ്ങൾ ജയിപ്പിച്ചെടുത്ത ഒരു MLA പാലക്കാട്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഈ കേരളീയ സമൂഹം കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2, അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയിട്ട് ഒരാൾക്ക് പരാതി പറയേണ്ടി വരുന്നു അവസാനം കേസെടുക്കാൻ. നിരവധിയായ കേസുകൾ ഇവിടെ പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കും ആളുകൾ പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല എന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആഭ്യന്തരം അങ്ങേ പരാജയപ്പെട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടാണ് ഒരാൾ ഞാൻ അതിജീവിതയാണ്, ഞാൻ അതിൻ്റെ ഭാഗമായി ഇരയാക്കപ്പെട്ടയാളാണ്, നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പരാതിക്കാരി എത്തുന്ന സമയത്ത് പാലക്കാട്ടിൻ്റെ മണ്ണിലുണ്ട് രാഹുൽ മാങ്കൂട്ടം. ഒരു പോലീസുകാരനും പോയി നോക്കിയില്ല. പരാതി കൊടുത്തതിന് ശേഷം ഒന്ന് തടഞ്ഞേക്കാം എന്ന് ചിന്തിച്ചില്ല. ഈ നാട് വിട്ടു പോണ്ട എന്നവർ ആലോചിച്ചില്ല. ഈ നാട് വിട്ടുപോയി അവർ തന്നെ പറയുന്നത് പോലെ മൈസൂറും അതുപോലെ തന്നെ ബാംഗ്ലൂരും വിവിധ സുഖവാസ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സുഖവാസം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി, ഈ നാട്ടിലെ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതേ സമയത്ത് ഈ പോലീസുകാരുടെ മുന്നിലൂടെ തിരുവനന്തപുരത്ത് വന്ന് അഭിഭാഷകന് മുന്നിൽ ഹാജരായി തനിക്ക് വേണ്ടി വക്കാലത്ത് ഒപ്പിട്ട് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരു ചെറുവിരൽ കേരളത്തിൻ്റെ പോലീസ് അനക്കിയിട്ടില്ല, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അനക്കിയിട്ടില്ല, പിടിക്കണമെന്ന് തീരുമാനം വന്നിട്ടില്ല. 1 2 ദിവസം അദ്ദേഹത്തെ ഇതുവരെയും പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടുകൂടി പുറത്തുവിട്ട് എല്ലാ കേസുകളുടെയും തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വേണ്ടി അഴിച്ചുവിട്ടതിന് ശേഷം ഇന്നൊരു അറസ്റ്റ് നടത്തിയിരിക്കുകയാണ്. അതിൽ നാടകമെന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? പുതിയ പരാതികൾ നിരന്തരമെന്ന് വരുമ്പോൾ, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല സാഹചര്യങ്ങളും ചർച്ചയാകുമ്പോൾ VD സതീശനും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ചർച്ചയാകുമ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്തേക്കും കടകംപള്ളിയുടെ അടുത്തേക്കും അന്വേഷണം പോകാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന നിലയിൽ കേരള സമൂഹം ചർച്ച ചെയ്യുമ്പോൾ അവർ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കേരളത്തിന്റെ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വിചാരിക്കേണ്ട, കോൺഗ്രസും വിചാരിക്കേണ്ട. 2, രാഹുൽ മാങ്കൂട്ടത്തെ മലയാളി സമൂഹത്തിന് മുന്നിൽ പാലക്കാട് കെട്ടിവെച്ചത് കോൺഗ്രസ് ആണ്. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അവർ അനുഭവിച്ച ആ ദുരിതത്തിൽ നിന്ന് കരകയറി അവർ പരാതി കൊടുക്കാൻ തീരുമാനിക്കേണ്ടത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അവരുമായി സംസാരിക്കാൻ കൂടി കഴിഞ്ഞിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയാണ് അവർ പരാതി നൽകിയതെന്ന്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇല്ല, അല്ല, രാഷ്ട്രീയ ഇപ്പോൾ ഏതെങ്കിലും വാർത്തകൾ മാറ്റാനുള്ള സ്വാധീനം എന്നതല്ലേ താങ്കൾ പറഞ്ഞത്? തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞതിന്റെ വാക്കിൽ മനസ്സിലാക്കിയ പ്രശ്നമെങ്കിൽ ഞാൻ തന്ത്രി വിഷയവും സ്വർണ്ണക്കൊള്ളയും അതിജീവിതമാർ കൃത്യമായി അവസാനം ഗതികേട് കൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല.
എന്നുള്ളതാണ് എൻ്റെ വാദം. ഏറ്റവും അവസാനം പറഞ്ഞത് ഇപ്പോൾ വന്ന കേസുകളിലെല്ലാം അവർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിജീവിതമാരെ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞതാണ്. ശരി 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 എന്തായാലും ഇപ്പോൾ പരാതി വന്നപ്പോഴാണ് നടപടി എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ പരാതി ശ്രമിച്ചത്. ഇപ്പോഴല്ല വന്നതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി ശരി ഓക്കെ. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ആരാണ് ഈ വ്യക്തിയെ, ഇത്രയും മോശം ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയെ, ഒരു സൈക്കോ ക്രിമിനലിനെ ഈ രീതിയിൽ വളർത്തിയതെന്നൊരു ചോദ്യമുണ്ടല്ലോ. AK ഷാനിബ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളെ വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് പറയാം. യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത്. എന്നാൽ നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായ ഇയാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി എഴുന്നള്ളിച്ചിറക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ കൂടെ നടന്നവർക്കാർക്കും ഇയാളുടെ ഈ ക്യാരക്ടറിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല. പാലക്കാടിന് ഭാവിയുടെ വാഗ്ദാനം നിങ്ങൾക്കൊരിക്കലും ഖേദിക്കേണ്ടി വരില്ല എന്ന് പാലക്കാട് MP പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചത് അങ്ങനെ മറ്റ് മെറിറ്റുകൾ അട്ടിമറിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പൂർണ്ണമായും തെറ്റ് മനസ്സിലാക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. വയനാട്ടിലെ ചൂരൽമല ദുരന്തം പോലും വിറ്റ് കാശാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വരെ ഈ ചതി ചെയ്ത സ്ത്രീകളിൽ നിന്ന് വരെ പണപ്പിരിപ്പ് നടത്തിയിരിക്കുന്നവനെ ഇനിയും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ? അതിന് വഴിവെച്ചവർക്ക് കൂടി എതിരെ നടപടി വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നേതാവായത്? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വരുന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നു. ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവനെ ചക്കയോ മാങ്ങയോ തുന്നിച്ചു നോക്കാം ഇവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത്. ഞാൻ സുരേഷ് വ്യക്തതയില്ലാതെ ഇത്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മെറിറ്റ് അട്ടിമറിച്ച് നിയമനം നടത്താനും ഒക്കെയുള്ള വകുപ്പ് കോൺഗ്രസിലുണ്ടോ? അല്ല, അതിപ്പോ ഷാനീബ് പറഞ്ഞല്ലേ, ഷാനീബിനും ഇതേ മാർഗമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നല്ലോ. ഈ മെറിറ്റൊക്കെ അട്ടിമറിക്കാനുള്ള വഴിയുണ്ടായെങ്കിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് നേതാവാകാമല്ലോ. അപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോഴത്തേക്കും ആളുകൾക്ക് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ ഇതൊക്കെ ആണ്. ഞാൻ സുരേഷ് പറഞ്ഞ കാര്യത്തിൽ വളരെ കൗതുകത്തോടെ സുരേഷിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചോദ്യമുണ്ട് ശ്രീ സേനാപതി വേണു. അപ്പോ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നതാണല്ലോ പറയുന്നത്. ഈ പരാതിയിൽ ഉൾപ്പെടെ പറയുന്ന ഒരു വ്യക്തി ഫെനി നൈനാൻ എന്നൊരു വ്യക്തിയെ താങ്കൾക്ക് അറിയുമോ? എനിക്കറിയില്ല. ഫെനി നൈനാനെ എനിക്കറിയത്തില്ല. ഫെനി നൈനാനുമായിട്ട് വ്യക്തിപരമായി എനിക്ക് പരിചയവുമില്ല. അടൂർ നഗരസഭയിലെ പോത്ത് 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു അയാൾ. നാട്ടുകാരുടെ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അറിയോ ഫെനി നൈനാനെ? ഈ പരാതിയിൽ പരാമർശിച്ച കാര്യം താങ്കൾക്കറിയാമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 10-20,000-ഓളം വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വാർഡുകളിൽ ഏതൊക്കെ വാർഡുകളിൽ മത്സരിക്കുന്ന ആളുകളെ ഒന്നും എനിക്കും അറിയില്ല ശ്രീ സേനാപതി വേണു. എനിക്ക് ഫെനി നൈനാനെ അറിയാവുന്നത് രണ്ടാമത്തെ പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ ഈ ഇമാതിരി തെമാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന പ്രതിയാണ് ഫെനി നൈനാൻ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഫെനി നൈനാൻ അടൂരിൽ മത്സരിച്ചത്. കോൺഗ്രസ് ചിഹ്നത്തിലാണ്. താങ്കൾക്ക് ഇപ്പോഴും പരിശോധിക്കാം അദ്ദേഹത്തിന്റെ പ്രചരണ ബോർഡുകൾ എന്തായിരുന്നു എന്നത്. എല്ലാം ചെയ്തു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവരാണ് ഫെനി നൈനാനെ അവിടെ മത്സരിപ്പിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഉത്തര കൊറിയയിലാണ് എങ്കിൽ നമുക്കിപ്പോ വെടിവെച്ചു കൊല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ. മത്സരിപ്പിക്കാതിരിക്കാമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന് വേണ്ടി എന്തൊക്കെ പിടിവലികൾ നടക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി മത്സരിച്ചു, തെരഞ്ഞെടുപ്പിൽ ജയിച്ചയാളെ തിരിച്ചു വിളിക്കാൻ ജനാധിപത്യ നിയമത്തിൽ മാർഗമില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാർഗമില്ല. ആ മാർഗം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. ഇനി താങ്കൾ ആ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു, നിങ്ങളുടെ നേതാക്കൾ പറയുന്നതും സ്വീകരിച്ചു. ഞാൻ ഇപ്പോൾ ചോദിച്ചത് എന്താണ്, ഫെനി നൈനാൻ എങ്ങനെ അടൂരിൽ ഈ പോത്ത് 8ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി എന്നതാണ്. അയാളുടെ പേര് 2ാം പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്നതാണ്. അയാൾ അതിന് എന്ത് തരം പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞതാണ്. ഈ പരാതിയിൽ പറയുന്നുണ്ട് ചൂരൽമല നിവാസികളുടെ ദുരന്തം വരെ വിറ്റ് ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാമദ്രോഹിയുടെ പ്രവർത്തികൾ മൂലം ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരിൽ നിന്ന് വരെ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു. അയാളെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോ അല്ല, കോൺഗ്രസും അവരുടെ പാർട്ടിയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.